ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വാനില കപ്പ് കേക്കാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: സെൽഫ് റൈസിങ് ഫ്ലോർ 1.25 കപ്പ്, 2 മുട്ട, 3/4 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ വാനില എസൻസ്, ബട്ടർ, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 കപ്പ് ബട്ടർ മിൽക്ക്. സെൽഫ് റൈസിങ് ഫ്ലോർ ഇല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ എടുത്തിട്ട് 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്താൽ മതി. ആദ്യം ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് മിക്സ്, അതിലോട്ട് 2 മുട്ട ആഡ് ചെയ്യുക. പിള്ളേരുണ്ടെങ്കിൽ അവർ ഇതുപോലെ വന്നിങ്ങനെ ഇടയിൽ നിന്ന് എടുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അതിലോട്ട് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. നല്ല സോഫ്റ്റ് ആകുന്നവരെ നന്നായിട്ട് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരും. ആ സമയത്ത് നമ്മൾ 1.25 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവർ മാറ്റി വെച്ചിട്ടില്ലേ, അതും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് പതിയെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ബട്ടർ മിൽക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ 2 ആളുകളും എൻ്റെ പുറകെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രീസെറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ അളവനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 16-18 വരെ ഉണ്ടാക്കാൻ സാധിക്കും. എൻ്റെ ഓവനിൽ ഗ്യാസ് സെറ്റിങ്സാണ്. അപ്പം ഞാൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് 7-ൽ ഏകദേശം 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. സോ ഇതാണ് നമുക്ക് കിട്ടിയ കപ്പ് കേക്ക്. സോ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നമ്മൾ കുത്തി നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തോ ഇല്ലയോ എന്നറിയാൻ പറ്റും. ഇത് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസിങ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഒരു അടിപൊളി വാനില കപ്പ് കേക്ക് ആയി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.